നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരായ യുവനടന്മാരാണ് നസ്ലിനും മാത്യു തോമസും. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഇരുവരും പിന്നീട് നിരവധി സിനിമകളിൽ ഒന്നിച്ചെത്തി. ജോ ആൻഡ് ജോ, നെയ്മർ, പ്രേമലു എന്നീ ചിത്രങ്ങളെല്ലാം മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. ലോക ചാപ്റ്റർ 1 ആണ് ചന്ദ്രയാൻ നസ്ലിൻ്റെതായി ഒടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രം. 300 കോടി നേടി ഇൻഡസ്ട്രി ഹിറ്റായ ചിത്രം അന്യഭാഷകളും ചർച്ചാ വിഷയമായിരുന്നു. സിനിമയിൽ സണ്ണി എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ എത്തിയതും. ഇപ്പോൾ തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ സുഖമാണോന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് S-27 മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ലോക സിനിമയെക്കുറിച്ചും നസ്ലിനെക്കുറിച്ചും സംസാരിക്കുകയാണ് മാത്യു. ലോക സിനിമയെ വേൾഡ് ബിൽഡിംഗ് മറ്റും എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ഒരു തരം സിനിമയായിരുന്നു അത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നസ്ൽ ആ സിനിമ എങ്ങനെ ഹ്യൂമർ കൈകാര്യം ചെയ്തു എന്നതാണ്. അവൻ ഇതുവരെ ചെയ്തതിൽ വന്നതിനൊക്കെ വളരെ വ്യത്യസ്തമായാണ് ലോകയിലെ ക്യാരക്ടർ ചെയ്തത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, ജോ ആൻഡ് ജോ എന്നീ സിനിമയിൽ നിന്നെല്ലാം മാറി ലോകോയിൽ അവൻ വേറെ വ്യത്യസ്തമായാണ് ക്യാരക്ടർ ചെയ്തത്. ഭയങ്കര ഫ്രഷായിരുന്നു അത്. എനിക്ക് നസ്രിൻ സ്ക്രീനിൽ വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ രസകരമായി തോന്നി. പ്രത്യേകിച്ച് കളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഭാഗമൊക്കെ വളരെ രസമായിരുന്നു. പറയുന്നതിൻ്റെ വോയിസ് മോഡുലേഷനും ജെനുവിനിറ്റിയും ഒക്കെ സ്ക്രീനിൽ കാണാൻ രസമായിരുന്നു എന്ന് മാത്യു പറഞ്ഞു. ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ലോക കല്യാണി പ്രദേശം നായികാവേഷത്തിലെത്തിയതാണ്. സിനിമയിൽ നസ്രിൻ, മാത്യു തോമസ് ഇല്ല, സാൻഡിയും ടൊവിനോ തോമസും ദുൽഖർ സൽമാൻ തുടങ്ങിയ വൻ താരനിര അണിനിരന്നു.